നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഒരിക്കൽ കൂടി പാകിസ്ഥാൻ വ്യോമസേന അഫ്ഗാനിസ്ഥാനിൽ ആക്രമണം നടത്തിയത്. അതായത് അഫ്ഗാനിസ്ഥാനിലെ ജനവാസ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്നാണ് താലിബാൻ ഭരണകൂടം ആരോപിക്കുന്നത്. തീവ്രവാദ കേന്ദ്രങ്ങളെയാണ് തങ്ങൾ ആരോപിച്ചത് എന്നാണ് പാകിസ്ഥാൻ വ്യോമസേന പറയുന്നത്. എന്തായാലും പാകിസ്ഥാൻ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത് രാജ്യത്തുണ്ടാകുന്ന ഭരണവിരുദ്ധ വികാരം ഇല്ലാതാക്കാനും ജൻസി കലാപത്തെ തടയാനുമാണ് എന്ന റിപ്പോർട്ട് നേരത്തെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അതിന് പിന്തുണയേകുന്ന അല്ലെങ്കിൽ അതിന് ഉപോത്ബലകമായ ചില സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പാകിസ്ഥാനിലെ ചില ഏജൻസികൾ തന്നെ നടത്തിയ പഠനത്തിൽ പാകിസ്ഥാനിൽ പട്ടിണിയും ദാരിദ്ര്യവും കൂടി വരുന്നു എന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2018-2019 കാലഘട്ടത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ 2024-25 റിപ്പോർട്ട് അനുസരിച്ച് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കഴിയുന്ന ആളുകളുടെ ജനസംഖ്യ രാജ്യത്തെ ആകെ ജനസംഖ്യയുടെ 32% എത്തി എന്ന കണക്കുകളാണ് പുറത്തുവരുന്നത്. 19-20% ആയിരുന്നു ആ രാജ്യത്തെ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ കഴിയുന്ന ജനസംഖ്യ എണ്ണം. എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പാകിസ്ഥാന്റെ ചരിത്രം പരിശോധിച്ചാൽ വലിയ തിരിച്ചടികളാണ് പാകിസ്ഥാന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ തീവ്രവാദ സംഘടനകളുമായി ബന്ധം പുലർത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ, ഇന്ത്യ അന്താരാഷ്ട്ര ഏജൻസികൾക്ക് തെളിവുകൾ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് പാകിസ്ഥാനെ FATF പോലെയുള്ള സംഘടനകൾ ഗ്രേ ലിസ്റ്റിൽപ്പെടുത്തിയിരുന്നു. ഇത് പാകിസ്ഥാന് വിദേശ സഹായം, വിദേശ വായ്പ ഇതെല്ലാം നിഷേധിച്ചു. അമേരിക്ക അടക്കമുള്ള കാരണം അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് പാകിസ്ഥാന് നൽകിക്കൊണ്ടിരുന്ന രാജ്യം. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനുള്ള എല്ലാ സഹായവും നിർത്തിവെച്ചു. മാത്രമല്ല, പാകിസ്ഥാൻ പ്രകൃതി ദുരന്തങ്ങൾക്കിരയായി. അതോടൊപ്പം തന്നെ പാകിസ്ഥാനിൽ വലിയ സാമ്പത്തിക തകർച്ച ഉണ്ടാവുകയും ചെയ്തു. ഈ സാമ്പത്തിക തകർച്ചയാണ് രാജ്യത്ത് ദരിദ്രരുടെ എണ്ണം വർദ്ധിപ്പിച്ചത് എന്നാണ് ഇപ്പോഴുള്ള വിലയിരുത്തൽ. ഇപ്പോൾ അന്താരാഷ്ട്ര ഏജൻസികളുടെ സഹായത്തോടു കൂടിയാണ് പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, പാകിസ്ഥാന് തീവ്രവാദി സംഘടനകളുമായുള്ള ബന്ധം തുടരുകയാണ് എന്ന് ഐക്യരാഷ്ട്രസഭ അടക്കം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെത്തിയുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ സമ്പദ് വ്യവസ്ഥ അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നു. രാഷ്ട്രീയ അനിശ്ചിതത്വവുമുണ്ട് പാകിസ്ഥാനിൽ പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാൻ പുറത്താക്കപ്പെടുന്നു. തുടർന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ അനിശ്ചിതത്വം ഉണ്ടാകുന്നു. കൂട്ടുകക്ഷി ഭരണമാണ് ഇപ്പോൾ നിലവിലുള്ളത്. മാത്രമല്ല, പട്ടാളത്തിന് വലിയ സ്വാധീനവുമുണ്ട്. അവിടുത്തെ ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ പിന്നോട്ടടിക്കുന്നു. ഇപ്പോൾ ഇതാ പട്ടിണിയും ഏറി വരുന്നു. രാജ്യത്ത് വലിയ രീതിയിൽ വിലക്കയറ്റമുണ്ട്. വൈദ്യുതിക്കും അതുപോലെ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കുമെല്ലാം വലിയ വിലക്കയറ്റം രാജ്യത്ത് അനുഭവപ്പെടുന്നുണ്ട്. ഇതെല്ലാം കൊണ്ട് ജനങ്ങൾ അസന്തുഷ്ടരാണ്. ജനങ്ങൾക്കിടെ ഇടയിൽ ഭരണവിരുദ്ധ വികാരം ശക്തമായി തന്നെ വരുന്നുണ്ട്. പാകിസ്ഥാനിൽ സ്വതവേയുള്ള വിഘടനവാദം, അത് ബലൂചിസ്ഥാനിലായാലും ഖൈബർ പഖ്തൂൺഖ്വയിലായാലും വലിയ രീതിയിലുള്ള അസന്തുഷ്ടരായ ജനവിഭാഗങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ സാമ്പത്തിക തകർച്ച, പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥ തകർന്നടിയുമ്പോൾ തീർച്ചയായും അവിടുത്തെ ഭരണകൂടം ഒരു വലിയ പൊതുജന പ്രതിഷേധം, പ്രക്ഷോഭമൊക്കെ മുന്നിൽ കാണുന്നുണ്ട്. ഈ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഈ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രാജ്യത്തിനകത്ത് രാജ്യസ്നേഹത്തിൻ്റെ ഒരു ഊർജം, അല്ലെങ്കിൽ ഒരു പൊതുശത്രു മുന്നിൽ വന്ന് നിന്നിരിക്കുന്നു. എല്ലാവരും എല്ലാം മറന്ന് ഒരുമിക്കണം എന്ന ഒരു മൂഡ് രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പഹൽഗാം ഭീകരാക്രമണം ഉൾപ്പെടെയുള്ളവ നടത്തിയതെന്നും ഇപ്പോഴിതാ അഫ്ഗാനിസ്ഥാനിലടക്കം വ്യോമാക്രമണം നടക്കുന്നതിൻ്റെ കാരണവും ഈ കാരണം തന്നെയാണ് എന്നുമാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും പാകിസ്ഥാൻ്റെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനിലെ ജനജീവിതം എത്രമാത്രം ദുസ്സഹമാണ് എന്ന് തെളിവാക്കുന്നതടക്കമുള്ള കണക്കുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.